ഇതിലെ ഏറ്റവും വലിയ വില്ലൻ രവിയാണ്. ഭാര്യ എന്ത് പറഞ്ഞാലും വാ പൊളിച്ച് കേട്ടിരിക്കും. നട്ടലുള്ള ഏതെങ്കിലും ആളായിരുന്നെങ്കിൽ ചന്ദ്രക്ക് വാ തുറക്കാൻ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നേനെ. ഇത് സച്ചി എന്തെങ്കിലും പറയുമ്പോൾ മാത്രം രവി വാ തുറക്കുള്ളൂ. നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് ചെമ്പനീർ പൂവിൻ്റെ 689 എപ്പിസോഡിലെ പ്രൊമോ ആണ്. ഓക്കെ, പ്രൊമോയെ കുറിച്ച് കുറച്ചധികം തന്നെ വിശദീകരിച്ച് പറയാനുണ്ട്. പക്ഷേ എങ്കിൽ പോലും പ്രൊമോയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് കമൻറ്റ്സ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കമൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ കമൻറ്റാണ്, എന്തൊരു സ്ത്രീയാണ് ഈ ചന്ദ്ര, ഇതുപോലൊരു അമ്മ ഉണ്ടായാൽ മതി കുടുംബം മുടിയാൻ. യെസ്, ഇത് കറക്റ്റ്. ചന്ദ്ര രവിയാണ് ഏറ്റവും വലിയ വില്ലൻ. ശ്രുതി ചെയ്യുക തെറ്റു മറച്ചു വെച്ചു സച്ചിയെ കുറ്റക്കാരനാക്കുന്നത് രവിയാണ്. ചന്ദ്രക്കു അതു അറിഞ്ഞൂടാ. ശ്രുതി ചെയ്ത തെറ്റു കൊണ്ട ചന്ദ്ര സച്ചിയെ വെറുക്കാനുള്ള കാരണം ചോദിച്ചാൽ മേ ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ സീരിയലിൽ ഒന്നും കണ്ടു പഠിക്കാനായി ഇല്ല. ഇഷ്ടമുണ്ടെങ്കിൽ കാണുക, താല്പര്യമില്ലെങ്കിൽ തീരെ ഒഴിവാക്കുക. ഒരു സീരിയൽ ഡയറക്ടറും തൻ്റെ സീരിയൽ കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എക്സാക്ട്ലി. ഓക്കെ, സോ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ചിലതൊക്കെ പ്രൊപ്പഗണ്ട ആയിരിക്കും, ചിലതൊക്കെ ആ ഒരു ഡയറക്ടറുടെ ആ ഒരു തോട്ടും വിഷനും കാണാനൊക്കെ മേ ബി ചിലതും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉള്ളതായിരിക്കും. ഓക്കെ, നോക്കാം. ആൻഡ് സച്ചിയെയും രേവതിയെയും കുറ്റം പറഞ്ഞു നിർത്തിയിട്ട് ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിക്കപ്പോൾ സീരിയൽ അടിപൊളിയാകും. മേ ബി. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ചന്ദ്ര ശ്രുതി ഷോ ആയിരിക്കും. രവി വാ തുറക്കുന്നത് കാണും. സച്ചി രേവുവിനെയും കുറ്റം പറയാൻ ഈ സീരിയൽ ഒരു പ്രത്യേകത ഉണ്ട്. രേവുവിനെ സച്ചിയെയും കുറ്റപ്പെടുത്താം. ശ്രുതിക്ക് ഡയലോഗ് കൊടുക്കും. തിരിച്ചാണെങ്കിൽ രേവുവിന് കൊടുക്കുള്ള ശ്രുതിയെ പറയും. പിന്നെ ഈ സീരിയൽ ഒരു പ്രത്യേകത ഉണ്ട്. സച്ചി രേവുവിന് നെഗറ്റീവ് എപ്പിസോഡ് വരുമ്പം സന്തോഷിച്ചു കുറ്റം പറയാൻ കമൻറ്റ് വരും. അവരെ അഭിനയിച്ചു അന്നേരം തീരും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, ചന്ദ്രയുടെ ക്യാരക്ടർ. നെക്സ്റ്റ് കമൻറ്റ്. ചന്ദ്രയുടെ ക്യാരക്ടർ ഭയങ്കര ബോറാണ്. ഒരു അമ്മയും മക്കളെ ഇങ്ങനെ പറയില്ല. സച്ചിയെ എടുത്ത് വളർത്തിയത് അല്ലല്ലോ, അവരുടെ മകനല്ലേ. പിന്നെ ശ്രുതിയെ കാണുമ്പോൾ വെറുപ്പാണ് തോന്നുന്നത്. അവളും ഒന്നിനോടും കൊള്ളാത്ത അഭിനയമാണ്. ഒരിക്കലും അവളുടെ കള്ളത്തരം മാത്രം ആരും അറിയില്ല. ശ്രുതി ചെയ്ത കള്ളത്തരം സച്ചിയുടെ തലയിലായി. എല്ലാം അറിയുന്ന രവി പോലും സൈലൻ്റായി. അതാണ് അവർ അങ്ങനെ ആയത്. എന്തായാലും അമ്മക്ക് നല്ല പോർവീലി കമൻറ്റ് ബോക്സിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചെമ്പനീർ പൂവ് എപ്പിസോഡ് 689, എന്തായാലും 690 പ്രൊമോയുടെ റിവ്യൂ നാളെ വരും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. എന്തായാലും നല്ലൊരു അമ്മായിയമ്മേനാണ്. ഓക്കെ, സോ ബൈ.